ചെമ്പനീർ പൂവിൻ്റെ നാളത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. രവിയേട്ടനോട് ചന്ദ്രമതി പറയുകയാണ്, ശ്രീകാന്തിനെയും വർഷേനെയും ദീപാവലിക്ക് വീട്ടിലേക്ക് വിളിക്കണമെന്ന് പറയുന്ന സമയത്ത് സച്ചി സോഫയിൽ നിന്ന് ചാടി എണീറ്റിട്ട് പറയുകയാണ്, എൻ്റെ വാക്കിന് പുല്ല് വില തന്നവനാണ് അവനെങ്ങാനും ദീപാവലിക്ക് ഈ വീട്ടിലേക്ക് ആരതി ഒഴിഞ്ഞ് കയറ്റി കഴിഞ്ഞ് അവൻ്റെ തല ഞാൻ തല്ലിപ്പൊളിക്കുമെന്ന് പറയണം കേട്ടോ. ഇത് കേൾക്കുമ്പോൾ രവിയേട്ടൻ ആകുമ്പത്തൊന്ന് ഷോക്കാവുകയാണ്. പെട്ടെന്ന് നമ്മുടെ ലക്ഷ്മി വീട്ടിലേക്ക് കയറി വരുന്നത് രവിയേട്ടൻ കാണുന്നു. ലക്ഷ്മി ഇരിക്കുക, ചന്ദ്ര ചായ എടുക്കുന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ലക്ഷ്മി സച്ചിയോട് പറയുന്നു, മോനെ ദീപാവലി അല്ലേ വരുന്നത്, ഞാൻ നിങ്ങളെ രണ്ടാളെയും വിളിക്കാൻ വേണ്ടി വന്നതാണ്, രണ്ടുപേരും വീട്ടിലേക്ക് വരണമെന്ന് പറയുമ്പോൾ സച്ചി പറയണം ഞാൻ വരില്ല എന്ന് പറയുന്നത്. അത് കേൾക്കുമ്പോൾ ലക്ഷ്മിക്ക് ഭയങ്കര സങ്കടമാണ്. അപ്പോൾ രവിയേട്ടൻ പറയുന്നു, ലക്ഷ്മി നീ സങ്കടപ്പെടുന്നു വേണ്ട, സച്ചിയും രേവതിനെ ഞാൻ പറഞ്ഞു വെച്ചോളാം എന്ന് പറയുന്നു. പിന്നീട് നമ്മുടെ രേവതിയും സച്ചിയും കൂടിയിട്ട് രേവതിയുടെ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് രേവതി പറയണം, അനിയത്തിക്കും ഡ്രസ്സ് എടുക്കണം, ടെക്സ്റ്റൈൽസിൻ്റെ അവിടെ വണ്ടി നിർത്തുമെന്ന് പറയുമ്പോൾ സച്ചി വണ്ടി നിർത്താണ്. അപ്പോൾ രേവതി പറയണം, നിങ്ങളും വായെന്ന് പറയുമ്പോൾ ഞാൻ വരുന്നില്ല, നീ മാത്രം പോയി എടുത്തിട്ട് വന്നാൽ മതി എന്ന് പറയണം. അങ്ങനെ ഞാൻ മാത്രം പോകണില്ല എന്ന് പറയണം. എന്തൊരു ശല്യം, ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞില്ലേ, നീ വെറുതെ തന്നെ ദേഷ്യം പിടിപ്പിക്കേണ്ടതെന്ന് സച്ചി പറയുന്ന സമയത്ത് രേവതി പറയണം, അങ്ങനെയാണെങ്കിൽ ഞാൻ അച്ഛനെ വിളിക്കാമെന്ന് പറയണം കേട്ടോ. നീ എന്തെങ്കിലും പറഞ്ഞാൽ അച്ഛൻ്റെ കാര്യം പറഞ്ഞിട്ട് എന്നെ ഭീഷണിപ്പെടുത്തണ്ട, അച്ഛൻ ഗുളിക കഴിച്ചിട്ട് കിടന്നുറങ്ങണ സമയം എന്ന് പറയുമ്പോൾ അതൊന്നും സാരില്ല, ഞാൻ വിളിക്കാമെന്ന് പറയുന്നത്. നീ അച്ഛനെ വിളിക്കണ്ട, ഞാൻ വേണമെങ്കിൽ നിൻ്റെ കൂടെ വരാമെന്ന് പറഞ്ഞിട്ട് സച്ചി രേവതിയോടൊപ്പം ടെക്സ്റ്റൈൽസിലേക്ക് പോകണമെന്നാണ് പ്രൊമോയിൽ പറയണത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് അടിച്ച് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.